ഇപ്പൊ ആദ്യത്തെ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞ ചീത്തയാണ്. ഇനി നിങ്ങൾ കേൾക്കുന്നത് രണ്ടാം പ്രസംഗത്തിലും മറ്റും അദ്ദേഹം പറഞ്ഞ ചീത്തകളിൽ കുറച്ച്. കാരണം മുമ്പ് ചീത്ത പറയൂല എന്നാണല്ലോ കാര്യമായിട്ട് ഇപ്രാവശ്യം വന്ന് ചേറ്റിയെത്തിന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതൊന്ന് നമ്മൾ മറന്നുകൊണ്ട മുമ്പ് കേട്ടതന്നെ ഉണ്ടാവും. ഒന്ന് കൽപ്പിച്ചോർത്തവനെ. നമ്മളെ അങ്ക്രു മാട്ടയത്തരത്തിന് കജ്ജുംകാലും മുളച്ചാലും പേരോടാവും. മാട്ടയത്തരത്തിന് കജ്ജുംകാലും മുളച്ചാലും പേരോടാവും. വിദ്യയല്ല ഇയാള്. ഈ പെരുങ്കള വഞ്ചകൻ അങ്ങോട്ട് വാ. ലിഫ്റ്റിന്റെ കുടുക്കിടുങ്ങനെ ലിഫ്റ്റിന്റെ കുടുക്കിടുങ്ങനെ എന്നിട്ട് വിളിക്ക്. പേരോട് എന്തൊക്കെ വിചാരിച്ചിട്ട് എവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. ഉളുപ്പുണ്ടോ ആർക്ക്? ഇയാള് കഴുതക്ക് അമേദ്യം കണ്ടാലുണ്ട് ഇത്ര ഒരു എളി. ആ എളിയാ മൂപ്പര് വിളിച്ച്. കഴുതക്ക് അമേദ്യം കണ്ടാലുണ്ട് ഇത്ര ഒരു എളി. ആ എളിയാ മൂപ്പര് വിളിച്ച്. ഇവിടെ വന്നാൾക്ക് ഫുള്ളൊരു അത് വളരെ കറക്റ്റാണ്. ഞാനിവിടെ ഉള്ള ആളാണല്ലോ. വന്നാളാരാന്ന് എല്ലാവർക്കും അറിയില്ലേ? ഇവിടെ വന്നാൾക്ക് ഫുള്ളൊരു ഇബ്ലീസ്, ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. ഇബ്ലീസ്, ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റുമോ? ഒരിത്തിരിയൊക്കെ അരപ്പിനുള്ളവരെ അതിൽ പോകുള്ളൂ. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റുമോ? ഒരിത്തിരിയൊക്കെ അരപ്പിനുള്ളവരെ അതിൽ പോകുള്ളൂ. അപ്പൊ കേട്ടില്ലേ, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ സമസ്തയിൽ മെമ്പറായിരുന്നു. ബഹുമാനപ്പെട്ട പാണക്കാട് പൂക്കോയ തങ്ങൾ സമസ്തയിൽ മെമ്പറായിരുന്നു. ഇന്നും പാണക്കാട് കുടുംബത്തിൽ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ, ചെറിയ രോഗമുണ്ടെന്ന് കേട്ടു. അദ്ദേഹം ഒരു സമസ്തയിൽ മെമ്പറാണ്. അതുപോലെ പാണക്കാട് കുടുംബത്തിൽ തന്നെ സയ്യിദ് ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ സമസ്തയിൽ മെമ്പറാണ്. അങ്ങനെ തുടങ്ങി എത്രയോ സയ്യിദന്മാര് ജീവിച്ചിരിക്കുന്ന ഒരു വഫാത്തായവരും, കന്യത്ത് ഉസ്താദ്, ഇ കെ ഉസ്താദ്, അതുപോലെ സദഖത്തുള്ള മുസ്ലിയാർ തുടങ്ങി വഫാത്തായി പോയ മഹാന്മാർ, അല്ലാഹു അവരൊക്കെ ദർജ വർദ്ധിപ്പിക്കട്ടെ, അവരൊക്കെ സമസ്തയിൽ മെമ്പറായിരുന്നു. അവരൊക്കെ മാനസികരും. മൂപ്പരെ കണ്ടുപിടുത്താണ്. ഇങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞ മൗലവിയാണ് ഇപ്പൊ ചേറ്റിയെട്ടിയിൽ വന്നിട്ട് പറയുന്നത്. സലഫി ചീത്തയും പറയൂല, കളവും പറയൂല.